കർക്കിടക മാസത്തിൽ കഴിക്കാൻ എള്ളും അവലും പൊടിച്ചത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. കർക്കിടക മാസത്തിൽ മാത്രമല്ല കേട്ടോ, ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും തയ്യാറാക്കി കഴിക്കാം. തൂക്കം കുറഞ്ഞ കുട്ടികൾക്കൊക്കെ തൂക്കം വെക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാനൊക്കെ വളരെ നല്ലതാണ്. ഇതിനു വേണ്ടി ഞാൻ 1 കപ്പ് എള്ളെടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകിയിട്ട് ഒരു അരിപ്പയിലേക്ക് അങ്ങ് ഊറാനിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചൊന്ന് വെള്ളം പോയതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ വെയിലൊക്കെ നല്ലപോലെയുള്ള സ്ഥലത്താണെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയാൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കരിഞ്ഞു പോകാതെ ഇതൊന്ന് വറുത്തെടുക്കണം. അതിൻ്റെ ആ ഒരു വെള്ളപ്പറ്റൊക്കെ പോയി ഈ ഒരു എള്ളിങ്ങനെ പൊട്ടാൻ തുടങ്ങും കേട്ടോ. അതാണ് ആ ഒരു കറക്റ്റ് പരുവം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് റെഡിയായി വരുന്നുണ്ട്. എള്ളൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ എള്ളും പൊട്ടി നല്ലപോലെ പാകായതിന് ശേഷം മാത്രം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് ഫൈനായിട്ട് അങ്ങനെ പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് ബദാമാണ്. ഏകദേശം ഒരു 1/4 കപ്പ് എടുത്താൽ മതി. അതുപോലെ തന്നെ 1/4 കപ്പ് അണ്ടിപ്പരിപ്പ് എടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഒരുമിച്ചിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ട് എള്ളിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് വെക്കാം. പിന്നെ ഇതിലേക്ക് എടുക്കുന്നത് അവിലാണ്. അതും ഒരു 1/2 കപ്പ് എടുത്തിട്ട് നമ്മൾ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. നമ്മൾ മട്ട അവിലാണ് എടുക്കുന്നത്. മട്ട അവിലാണ് കുറച്ചും കൂടിയും ഹെൽത്തിന് നല്ലത്. അത് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. അവിൽ നല്ലപോലെ ക്രിസ്പി ആയി കിട്ടണം കേട്ടോ. നമ്മൾ കൈ കൊണ്ട് പൊടിക്കുമ്പോൾ ഇതുപോലെ പൊടിഞ്ഞു പോകണം. ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഇതുപോലെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇത് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ തരിതരിപ്പായിട്ട് പൊടിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അതും ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ്. ശർക്കര പൊടിയായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങ് ചേർക്കാം. അല്ലെങ്കിൽ ശർക്കരേൻ്റെ പൊടി വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ശർക്കര എടുത്തിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ശർക്കരേൻ്റെ പാനിയായിട്ട് ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം. എന്നിട്ട് ഇത് ബോൾ രൂപത്തിലാക്കിയിട്ട് നമുക്ക് കഴിക്കാം. ഞാനിതിപ്പോൾ പൊടിയാക്കിയിട്ടാണ് വെക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ശർക്കര പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പോളം തേങ്ങ ചിരവിയതും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് ദിവസം 1-2 സ്പൂണ് എല്ലാവർക്കും കഴിക്കാം. കുട്ടികൾക്കായാലും കൊടുത്താൽ മതി. ബോട്ടിലാക്കിയിട്ട് നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ തേങ്ങയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഏകദേശം ഒരു 2ാമത്തെ ദിവസമൊക്കെ നിങ്ങൾ ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിക്കേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് കുറഞ്ഞ അളവിൽ മാത്രം തയ്യാറാക്കുക. ഒരു 2-3 ദിവസത്തേക്ക് തയ്യാറാക്കുക. ഒരുപാട് അളവിൽ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങ ഒന്ന് നല്ലപോലെ വറുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതുപോലെ അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഹെൽത്തിന് വളരെ നല്ലതാണ്. ഇനിയിപ്പോൾ കൂടുതൽ നട്ട്സും വേറെ സീഡ്സൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. പക്ഷേ സാധാരണ രീതിയിൽ നമ്മൾ തയ്യാറാക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്